ഓക്കെ, അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏത് എന്നാണ് ചോദ്യം. കയർ വ്യവസായമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള സെക്ഷനിലുള്ളതാണ്, നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നോക്കാം നിങ്ങൾക്കത്. ഏത് പരീക്ഷ കഴിയുന്ന സമയത്തും ഇതേപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏത്? കയർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതവിടെ താഴെ കാണാം. അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ നോക്കൂ. കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെ? കൊച്ചിയാണ്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? കേരളത്തിലെ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും ശ്രദ്ധിക്കുക, അതും കയറാണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇനി അത് തെറ്റിപ്പോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് ഫറോക്കും പാലക്കാടാണ്. ഇത് നമ്മൾ ഓഡിയോ ക്ലാസ്സസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുള്ള ഒരു സെഷനാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത്. 3.0 കിലോമീറ്റർ ആണ് ഈ പാതയുടെ 60 കിലോമീറ്റർ ഈ പാത കടന്നു പോകുന്നുണ്ട്. മറ്റൊരു ദേശീയപാതയായിട്ടുള്ള NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഫറോക്ക്, പാലക്കാട് എന്നീ സ്ഥലങ്ങളെയാണ് NH 966 ബന്ധിപ്പിക്കുന്നത്. അപ്പൊ അത് പറയുന്നുണ്ട്, ഫറോക്ക് പാലക്കാടിനെയാണ് 966 ബന്ധിപ്പിക്കുന്നത്. ദേശീയ പാതകൾ, കേരളത്തിലെ ദേശീയ പാതകൾ എന്ന നമ്മുടെ ടോപ്പിക്സിൽ ഓൾറെഡി നൽകിയിട്ടുള്ള സെക്ഷനാണത്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ച ഒരാൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മറ്റൊരു ചോദ്യം, അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് എന്ന ചോദ്യമുണ്ട്. ഇത് ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ്. ആഗമാനന്ദ സ്വാമികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിനൈസൻസ് എന്നുള്ള സെക്ഷൻസിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സിൽ. ഒന്ന് ശ്രദ്ധിക്കുക. സൗണ്ട് എന്ന് വെച്ചാൽ ഇതിൽ സന്ദേശം, അതുപോലെ തന്നെ പ്രബുദ്ധ കേരളം ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാഗസിൻ ആണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ആഗമാനന്ദ സ്വാമികളുടെ ഒരു പ്രധാനപ്പെട്ട മാഗസിൻ, അദ്ദേഹത്തിന്റെ പ്രബുദ്ധ കേരളം എന്ന മാഗസിൻ. അതുപോലെ മാഗസിനാണ് അമൃതവാഹിനി, അമൃതവാണി എന്ന മാഗസിൻ. ഓക്കെ, നിങ്ങൾ നോക്കി അറിയാം, ഡേറ്റ് നോക്കിയാൽ അറിയാം. ഒരു വർഷം മുമ്പ് നമ്മൾ റിനൈസൻസ് സെക്ഷൻസിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. നേരത്തെ പറഞ്ഞ വിവേകാനന്ദ സന്ദേശം അദ്ദേഹത്തിന്. ഓക്കെ, അപ്പൊ രണ്ടും ഇവിടെ പറയുന്നുണ്ട്, അമൃതവാണിയും പ്രബുദ്ധ കേരളവും രണ്ടും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആഗമാനന്ദ സ്വാമികളുമായി കഴിഞ്ഞ സെക്ഷനിലും നമ്മൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യവും ഇതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ച ഒരാൾക്ക് 100% എക്സാമിന് മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ഹൈ ഫ്രണ്ട്സ്, ബ്രില്യൻ TV നടത്തിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത നിരവധി ആളുകൾക്ക് കിടിലൻ റിസൾട്ടാണ് ഇപ്പോൾ നടന്ന പ്രിലിംസ് പരീക്ഷയിൽ ലഭിക്കുക. കാരണം നമ്മൾ ഓരോ സെക്ഷനിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നുമാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളുടെയും വീഡിയോ, ഇന്നിപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പറയും പോലെ അവിടെ നിന്ന് വന്നു ഇവിടെ നിന്ന് വന്നു എന്നല്ല, കൃത്യമായ തെളിവുകൾ സഹിതമാണ്. മാത്രമല്ല ഇതുവരെ നമ്മൾ പഠിപ്പിച്ച മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി, അതിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു കിഡിലൻ ആപ്ലിക്കേഷൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് എല്ലാ സ്റ്റുഡൻസിനും ഉപയോഗിക്കാൻ വേണ്ടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ തന്നെ ഒരു സെർച്ച് ബട്ടൺ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഒരു ചോദ്യം. റൈറ്റ്, പെട്ടെന്ന് ആളുകൾ കൊച്ചി എന്ന് ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ കോഴിക്കോടാണ്. നമ്മളത് കൊടുത്തിട്ടുണ്ട്. പനങ്ങാട്, കോഴിക്കോട് ജില്ലയിൽ പനങ്ങാടാണ്. നമ്മളത് കൃത്യമായി നമ്മുടെ ട്രെയിനിങ് സെഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ പഠിച്ച മുഴുവൻ സുഹൃത്തുക്കൾക്കും അതറിയാം. ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പനങ്ങാട്. റൈറ്റ്, ഓക്കെ, കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ, അതിനോടനുബന്ധിച്ച് 2 പോയിന്റ് കൂടി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തേ. നോർവേയുടെ സഹായത്തോടെ ആരംഭിച്ച ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് കേരളത്തിൽ എവിടെയാണ്? അത് നീണ്ടകരയാണ്. ഇങ്ങനെ ഒരു ചോദ്യം അടുത്ത ദിവസം വന്നാലും അതിന് ഉത്തരം എഴുതണം, തെറ്റിക്കരുത്. ഇനി മറ്റൊന്നാണ്, ജനകീയ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് എന്ന് വെച്ചാൽ ഫിഷറീസ് വകുപ്പാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ പറയണം. പോകാൻ അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എക്കൽ മണ്ണാണ് ശരിയായ ഉത്തരം. നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു സെക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയെ പറ്റിയുള്ള കഴിഞ്ഞ ചോദ്യത്തിന് നമുക്കത് കൃത്യമായ ഉത്തരം നൽകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നോക്കാം നമുക്ക്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് എന്ന് SSCRT സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
മാത്രമല്ല 1-2 പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. അതും SSCRTയിലെ ഒരു ചോദ്യമാണ്, ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് വരുന്ന മത്സര പരീക്ഷകൾ, അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കുക. ഇനി മറ്റൊരു ചോദ്യം കൂടി ശ്രദ്ധിക്കുക. കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏത്? ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ ശ്രദ്ധിക്കുക, അത് കുട്ടനാടാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 10th +2 പ്രിലിംസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട എല്ലാ സെക്ഷനും നമ്മൾ എടുത്തിട്ടുണ്ട്. നെയ്യാർ എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. നെയ്യാറുമായി ബന്ധപ്പെട്ട് മറ്റു പോയിന്റുകൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലാണെന്നറിയാം. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം, ഇത് പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും അത് നെയ്യാറാണ്. മറ്റൊരു ചോദ്യത്തെ അത് അനുബന്ധ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? ഇങ്ങനെ വന്നാൽ ചോദ്യം ശ്രദ്ധിക്കുക, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അതും നെയ്യാറാണ്. അപ്പൊ ഇനി ഈ ചോദ്യം ആവർത്തിച്ചേക്കാം, അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ലയൺ സഫാരി പാർക്ക്, അങ്ങനെ ലയൺ സഫാരി പാർക്ക് എന്നുള്ള അതേ രീതിയിൽ ആ ചോദ്യം മുൻപ് ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നോക്കൂ, ഇനി നെയ്യാർ ഡാമുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡാമുകളിൽ ഏതിലാണ് മുതലകളെ കൂടുതലായി കണ്ടുവരുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും ശ്രദ്ധിക്കുക, അത് നെയ്യാർ ഡാമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അല്ലാതെ നമുക്ക് അനുബന്ധമായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് തന്നെ താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ താഴെയുണ്ട് പോയിന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സെക്ഷനുകൾ പൂർണ്ണമായി നമ്മളത് മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഇനി നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. നെയ്യാർ ഡാം പണി കഴിപ്പിച്ച വർഷം 1958ആണ്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്കിനി നോക്കാം. അടുത്ത മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ്. ഡിഫറൻസ് ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ആറ്റിങ്ങൽ കലാപം എന്ന നമ്മുടെ ഒരു സെക്ഷൻ ഉണ്ട്. ആറ്റിങ്ങൽ കലാപം യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇതിനോടകം 5 ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ 14 മിനിറ്റ് നേർന്ന് മാത്രം, വെറും 14 മിനിറ്റ് മാത്രമുള്ള വീഡിയോയിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ഒന്നടക്കം 6ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നടക്കുന്ന PSC പരീക്ഷകളിൽ ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇടുക എന്നുള്ളതല്ല, ഇട്ട വീഡിയോയിൽ നല്ല എഫക്റ്റീവായ രീതിയിൽ ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ കൃത്യമായ ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ്. അതിന്റെ അനുബന്ധമായ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. അതിനകത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ എത്ര സെക്കൻഡിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളടക്കം നമ്മൾ ആ യൂട്യൂബ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ. ഓക്കെ, ഇവിടുത്തെ ശരിയായ ഉത്തരം കുറിച്യരും കുറുമ്പരുമാണ്. നമുക്കറിയാം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കുറിച്യർ, പഴശ്ശിരാജ സിനിമയിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഗോത്ര വിഭാഗം നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിൽ കലാപം നയിച്ച ഗോത്ര വിഭാഗമാണ് കുറിച്യർ. SSCRT സ്കൂൾ സിലബസിൽ നിന്നും തെരഞ്ഞെടുത്ത ചോദ്യം കൂടിയാണത്. ഓക്കെ, അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി അത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ആപ്ലിക്കേഷനിൽ, ഒന്ന് കണക്ട് ചെയ്ത്. പഴശ്ശിരാജ ഓക്കെ, ഒന്ന് സെർച്ച് ചെയ്ത്. ഓക്കെ, പഴശ്ശിരാജ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് നമുക്ക് ഓഡിയോ. പഴശ്ശിരാജ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കരാണ്. ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചോളൂ, വരാനുള്ള പരീക്ഷയിൽ സാധ്യതയുള്ളതാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി 1805 മരണം വഹിച്ച കോട്ടയം രാജാവാര്? പഴശ്ശിരാജ. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം കൂടി ശ്രദ്ധിക്കുക, കാരണം ഇനിയും പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം. അടുത്ത് നോക്കട്ടെ, കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന പഴശ്ശിരാജ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. അത് ഓരോ വർഷം ചോദിച്ചപ്പോൾ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി വേറെ ഏതാണ്? ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷവും ഡേറ്റും 1805 നവംബർ 30 ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നേക്കാം, അതുകൊണ്ടത് നന്നായി നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. അടുത്ത ചോദ്യം, തുവയിൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? തുവയിൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര് എന്നാണ് ചോദ്യം. വൈകുണ്ഠ സ്വാമികളാണ് ശരിയായ ഉത്തരം.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ റിനൈസൻസ് സെക്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്യാം, സൗണ്ട് ഒന്ന് ചെയ്യുമായിരുന്നു. അതിലൊന്നാണ് തുവയൽ പന്തി. ഓർത്തിരിക്കുക, തുവയൽ പന്തി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ തുവയൽ കൂട്ടായ്മയാണ്. തുവയൽ പന്തി എന്ന് പറയുന്നത് തുവയൽ പന്തി കൂട്ടായ്മ എന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരുമിച്ച് ചേർന്നിരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു കൂട്ടായ്മ അദ്ദേഹം സ്വരൂപിക്കേണ്ടായി. അതിന് പറയുന്ന പേരാണ് തുവയൽ പന്തി കൂട്ടായ്മ എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും ഓക്കെ, അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ട് നവോത്ഥാനത്തെ പറ്റിയുള്ള മുഴുവൻ നവോത്ഥാന നായകന്മാരും അവരുടെ അനുബന്ധ വിവരങ്ങളും എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ച ഒരാൾക്ക് 100% ഇതിന്റെ ഉത്തരം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നിവർത്തന പ്രക്ഷോഭമാണിത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകളിൽ കൊടുത്ത അതേ സെക്ഷൻ തന്നെയാണ്, അതിനകത്ത് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഒരുപാട് പോയിന്റുകളുണ്ട് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നോക്കുക, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായ സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. SSCRT സെക്ഷനിൽ നിന്നും ഉൾപ്പെടുത്തിയ ചോദ്യമാണിത്. അനുബന്ധമായ ചില കാര്യം കൂടി നമുക്ക് നോക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം ഏത്? മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നിവർത്തന പ്രക്ഷോഭം. ഇനി മറ്റൊന്നുകൂടി നോക്കാം. ഓക്കെ, തന്നിരിക്കുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് അല്ലാത്തതായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് ടീക്കാം, അതാണ് നമുക്ക് പ്രസക്തമല്ല. വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത്. ഓക്കെ, ഇതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായക്കാർക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം. ഓക്കെ, അപ്പൊ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, തെറ്റിക്കാൻ പാടില്ല. അത് കൃത്യമായി പഠിച്ചു വെക്കുക നിങ്ങൾ. ഇനി മറ്റേതെങ്കിലും ചോദ്യം ഉണ്ടോ? 1932 ഭരണഘടനാ പരിഷ്കരണങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം ഏത്? മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, അപ്പൊ ഇത് പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും ഇതിനുള്ള ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ്. ഇതേപോലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലിക്കേഷനിലും വാട്സപ്പിലുമായി നൽകിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വാട്സപ്പിൽ നൽകിയ നിരവധി ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ക്ലാസ്സുകളായി നൽകിയ അതിന്റെ ക്രീം എന്നാണ് ഈ അപ്ലിക്കേഷനിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം വാരി വലിച്ചെന്ന് പഠിക്കാനുള്ള സമയക്കുറവുള്ളവർക്ക് എക്സാമുകൾ എഴുതുകയും അനുബന്ധ വിവരങ്ങൾ എഴുതുകയും ഓരോ എക്സാം എഴുതിയപ്പോഴും എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലായിട്ട് പരിശോധിച്ച് അവർക്ക് മറുപടി നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും വലിയ റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു. തൊട്ടടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷനിലും ക്ലാസ്സുകളിലും വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ പാർട്ട് 4 കാണാം. 3 ഭാഗങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. 4ാമത്തെ ഭാഗം അടുത്ത സെക്ഷനിൽ കാണാം.